വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞി. നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് പഴങ്കഞ്ഞി, അല്ലേ? അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പഴങ്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല മൺചട്ടിയാണ്. ഇതിലേക്ക് തലേന്ന് വെള്ളമൊഴിച്ചിട്ടുള്ള ചോറാണ്. അത് ഇന്ന് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നല്ല അസൽ ചക്കപ്പുഴുക്കാണ് കേട്ടോ. മെജോറിറ്റിയും കപ്പയാണ് ഈ പഴങ്കഞ്ഞിക്ക് കൂടെ കോമ്പിനേഷനായിട്ട് കൂട്ടുന്നത്. ചക്കപ്പുഴുക്ക് അധികം വളരെ റെയറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റിക്ക് ചക്കപ്പുഴുക്ക് ചേർക്കാമെന്ന് ഐഡിയ. നല്ലൊരു അടിപൊളി ചക്കപ്പുഴുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ അസൽ മത്തിക്കറി, നമ്മുടെ സ്വന്തം മത്തിക്കറി, പിന്നെ അച്ചാർ, വടുക്, പിന്നെ കൊണ്ടാട്ടം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇവിടെ കട്ട തൈരും കൂടി അതിലേക്ക് ചേർത്തങ്ങോട്ട് കൊടുക്കണം. അയ്യോ, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട്. വോയിസ് ഓവർ എത്രത്തോളം കൊടുക്കാൻ പറ്റുന്ന ഒരു പിടുത്തമില്ല. ഇനി ഇതിലേക്ക് 2-3 കാന്താരി മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പപ്പടം കൂടി ആ സൈഡിൽ അങ്ങോട്ട് വെച്ചാൽ നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി. പഴങ്കഞ്ഞി ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, ഇനി നമുക്ക് കഴിച്ചാലോ പഴങ്കഞ്ഞി. ആദ്യം നമുക്ക് സൈഡിലുള്ള പപ്പടം കൊണ്ടെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മത്തിക്കറി, നമ്മുടെ മത്തി ഇങ്ങനെ എടുത്ത് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ കാന്താരി മുളകൊന്ന് എടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഞരണ്ടി ഇതിലേക്ക് ഇടാം. ഇനി ആ വടുക് എടുത്ത് അത് നന്നായിട്ടൊന്ന് ഞരണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കൊണ്ടാട്ട മുളകും കൂടി ഇതുപോലെ തന്നെ ചെയ്ത് നന്നായിട്ട് ഞരണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ കറിയും തൈരും കാന്താരി മുളകും വടുകും പപ്പടവും ചക്കപ്പുഴുക്കും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. എല്ലാം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്നൊരു പിടി അങ്ങോട്ട് എടുത്ത് ഒന്ന് വായിലേക്കൊന്ന് വെച്ച് കൊടുത്താണ്ടല്ലോ, ഓ അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. അത്രയും നല്ലൊരു കിടിലൻ ടേസ്റ്റ് പഴങ്കഞ്ഞിക്ക്. ഇതിൻ്റെ ആ രുചി ഉണ്ടല്ലോ, വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞൊന്നും ഒക്കില്ല. ഇത് നിങ്ങൾ കഴിച്ച് തന്നെ അത് മനസ്സിലാക്കണം. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ഐറ്റം തന്നെയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കപ്പലോടാനുള്ള വെള്ളം വായിൽ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നോക്കിയിരുന്ന് വെള്ളം ഇറക്കാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് പഴങ്കഞ്ഞി തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഫീൽ ചെയ്യൂ, ആ രുചിയുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പഴങ്കഞ്ഞി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ ലൈക്ക് കമൻറ്റൊക്കെ തരാനും മറന്നു പോകല്ലേ കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.